ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് ദിവസമായിട്ട് ഒരു കുട്ടി ചോദിക്കുകയാണ്, ഓവൻ ഇല്ലാതെ നമുക്ക് ആവിയിൽ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവിയിലാണ് ഈ ഒരു കേക്ക് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബട്ടർ മിൽക്കാണ്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആദ്യം 1/4 കപ്പ് തണുപ്പ് ഇല്ലാത്ത പാലെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് മിക്സ് ചെയ്യുക. ഞാൻ തൈരാണ് ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തത്. ഇനി നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മനസ്സിലായല്ലോ, 1/4 കപ്പ് ബട്ടർ മിൽക്ക്, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഓയിൽ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ കൂടിപ്പോയി കഴിഞ്ഞാൽ കേക്കിന് ഒരു കയ്പ്പ് രസം വരും, ഡ്രൈ ആയി പോവുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം 3 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് അരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് എല്ലാം കൂടെ അരിച്ചിട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നിങ്ങളിത് ഓവറായിട്ട് മിക്സ് ചെയ്താൽ, അതായത് മിക്സ് ചെയ്തതിന് ശേഷവും വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ കേക്ക് വിണ്ടു പോവും, അതുപോലെ ഹാർഡായി പോവും, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് മെല്ലെ മെല്ലെ പയ്യെ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഓവനിൽ ചെയ്യാം, ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കാം, അതുപോലെ ആവിയിൽ ബേക്ക് ചെയ്തിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ആവിയിൽ ബേക്ക് ചെയ്യാൻ പോവുക കേട്ടോ. അപ്പം ഇത് ഓവനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. OTG ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഒരു 40-45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30-35 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് ആവിയിൽ ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക, എന്നാലേ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഇത് നമ്മൾ ഇഡലി സ്റ്റീമറിലേക്ക് വെക്കില്ല, ആ സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു കട്ടിയുള്ളൊരു തുണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ തുണി എടുക്കുമ്പോൾ നിങ്ങളൊരിക്കലും അറിയാലോ അല്ലേ, പോളിസ്റ്റർ ആയിട്ടുള്ള തുണി എടുക്കരുത്, നല്ല കോട്ടൺ ആയിട്ടുള്ള തുണി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതെങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് പറയാം. നമ്മുടെ സാധാരണ ഇഡലി സ്റ്റീമറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് തോനെ ഒഴിക്കുക, കാരണം നമുക്കിത് അരമണിക്കൂറോളം ഇതിൽ അടുപ്പിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് തോനെ വെള്ളം ഒഴിക്കുക. എന്നതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ഒരു തട്ട് കിട്ടുമല്ലോ നമ്മുടെ ഇഡലി സ്റ്റീമറിൻ്റെ കൂടെ, അത് ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് എടുത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വേണം നന്നായിട്ടൊന്ന് തുണി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലല്ല, ഫുൾ ഫ്ലെയിമിൽ കിടന്നോട്ടെ. നമ്മൾ ആവിയിലല്ലേ വേവിക്കുന്നത്. അപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്താണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ട് വളരെ ശ്രദ്ധിക്കുക, ചൂടാണ്. ജസ്റ്റ് ഒന്ന് ഈ അലൂമിനിയം ഫോയിലൊന്ന് പൊക്കി നോക്കുക. ശരിക്കും നന്നായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം.
നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിൽ പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ നന്നായിട്ട് ബേക്കായെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി അത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കണം. ഞാൻ ദേ ഇതുപോലെ ഉള്ള ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 400 ഗ്രാം ആട്ടോ ഇത്. ഇതിന് 85 രൂപയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഏത് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന്, അതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. 85 രൂപയാണ് ഈ ഒരു ചോക്ലേറ്റിന്. ഇതൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പം മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മിൽക്ക് ചോക്ലേറ്റും 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ഉണ്ട്. ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. മൊത്തം നമുക്ക് 1 കപ്പ് ചോക്ലേറ്റ് വേണം കേട്ടോ. ഈ 1 കപ്പ് ചോക്ലേറ്റിന് നമുക്ക് 1/2 കപ്പ് ക്രീമാണ് വേണ്ടത്. ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ക്രീം ഇല്ല എങ്കിൽ ഏത് ക്രീമാണെങ്കിലും മതി. ലോ ഫാറ്റ് ക്രീമായാലും ഫുൾ ഫാറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി വിപ്പിംഗ് ക്രീം ആണെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. ഞാൻ ദേ ക്രീം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആ ചൂട് ക്രീം നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. മെൽറ്റ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ ഒരു ക്രീമും ഇരിപ്പില്ലെങ്കിൽ പാൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. പാലൊന്ന് ചൂടാക്കി എടുക്കുക. പാലാണെങ്കിൽ 1/2 കപ്പ് ചേർക്കരുത്, 1/4 കപ്പ് മതി കേട്ടോ. 1/4 കപ്പ് പാല് ചൂടാക്കിയിട്ട് ഈ ചോക്ലേറ്റിൽ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ എടുക്കാൻ പറ്റും. പിന്നെ വെള്ളം ഒന്നും ചേർക്കരുത്, പാല് തന്നെ ചേർക്കുക കേട്ടോ. അങ്ങനെയും നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രീസറിലോട്ട് ഒരു 10 മിനിറ്റ്, ഒരുപാട് ടൈം വെക്കരുത്, വെറും 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇത് ഫ്രീസറിലോട്ട് വെക്കാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ നമ്മുടെ ചൂട് ക്രീം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതും ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ. ശരിക്കും നമ്മൾ ആവിയിൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റായ കേക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്കല്ല, നമുക്ക് ഏത് കേക്ക് വേണമെങ്കിലും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ആവിയിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതേ നമ്മുടെ കേക്ക് എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച്, നമ്മൾ ഫ്രീസറിൽ വെച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായുണ്ടോ, നമ്മൾ വെച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒക്കെ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ചോക്ലേറ്റിൽ ഞാൻ ഇതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് ഞാനൊരു ഐസിങ് ബാഗിലോട്ട് മാറ്റിയിട്ട് അതിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ.